നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ബാറ്ററികളും, അതായത് നമ്മുടെ വാഹനങ്ങളിലേക്കായാലും വീട്ടിലേക്കായാലും ഓഫീസ് ആവശ്യങ്ങൾക്കായാലും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കായാലും EVOLINKൽ ഇതെല്ലാം നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ ഒരുവിധം എല്ലാ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെയും ഏത്തർ, ഓല പോലെയുള്ള വണ്ടികളുടെ സ്പെയർ പാർട്സും നമുക്കിവിടെ ലഭ്യമാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ EVOLINK മാനേജ് ചെയ്യുന്ന സിനാൻ ജാവേദിനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. നമസ്കാരം ബ്രോ. നമസ്കാരം. അപ്പം ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? ഓക്കെ, നമ്മൾ EVOLINKന്റെ ഇപ്പോൾ ഓഫീസിലാണല്ലോ, EVOLINKന്റെ ഓഫീസിലാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ സ്പെയർ പാർട്സ് ആയിട്ട് നമ്മൾ ബാറ്ററി കംപ്ലീറ്റ് EV സൊല്യൂഷൻസ് ഉണ്ട്, അതിൽ നമ്മൾ ലിഥിയം സൊല്യൂഷൻസും ഉണ്ട്. ഇനിയിപ്പോൾ ഓല ഏതർ പോലത്തെ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലിഥിയം ബാറ്ററീസിന്റെ കുറിച്ച് പറയാം. ഇപ്പോൾ അതിൽ മെയിൻ നമുക്ക് റോ മെറ്റീരിയൽസ് വരുന്നത് പറഞ്ഞാൽ സെൽസ്, BMS, അതിന്റെ സ്ട്രിപ്സ്, കാര്യങ്ങൾ, അതിന്റെ പാക്കേജിങ് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ എല്ലാ റോ മെറ്റീരിയൽസ് അവൈലബിൾ. ഇനി കംപ്ലീറ്റ് ബാറ്ററി പാക്ക് ആയിട്ട് വേണോ അതും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സെൽസ് ആണുള്ളത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 100H സെൽസുകളുള്ളത്. ഇത് രണ്ടും 100H ആണ്. ഒരു സൈസിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ 52H ഉണ്ട്, ഇനി 200H വരുന്നുണ്ട്, പിന്നെ 230Hന്റെ ഒരു ബ്ലേഡ് സെൽ ടെക്നോളജി വരുന്ന സെല്ലുകളാണ്. ഇപ്പോൾ ഇത് കണ്ട അതിന്റെ ഷേപ്പ് കണ്ടാൽ ഭയങ്കര നീളത്തിലുള്ള റെക്ടാങ്കുലർ ഷേപ്പിലാണ് വരുന്നത്. ഈ BYD കാറുകളിൽ ഉപയോഗിച്ചത് ബ്ലേഡ് സെൽ ടെക്നോളജി ഇട്ട് വെച്ചിട്ടുണ്ടാക്കിയാണ് ഈ ഒരു സെല്ല്. ഇത് നമുക്ക് വീട്ടിലെ ഹോം ഇൻവെർട്ടേഴ്സിന്, ഓഫീസ് ഇൻവെർട്ടേഴ്സിന്, ഇനി ചില ലോ പവേർഡ് ആയിട്ടുള്ള EV വെഹിക്കിൾസിനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് സിലിണ്ടറിക്കൽ സെൽസാണ്. സിലിണ്ടറിക്കൽ സെൽസ് ആണ് ഒട്ടുമിക്ക ഇപ്പോൾ നമ്മൾ EV ഇലക്ട്രിക്കൽ ബൈക്സ് കാര്യത്തിനൊക്കെ വരുന്നത് സിലിണ്ടറിക്കൽ സെൽസ് ആണ് വരുന്നത്. ഇത് നമ്മളെ LFP തന്നെയാണ്, NMC അല്ല, LFP സെൽസിൽ സിലിണ്ടറിക്കൽ സെൽസ്. ഇതിൽ നമുക്ക് പല ഗ്രേഡുകൾ വരുന്നുണ്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും EV ഗ്രേഡ്സും സോളാർ ഗ്രേഡ്സും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ മൊത്തം ESS ഗ്രേഡാണ്, സോളാർ ഗ്രേഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറേജിനുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ സ്പെസിഫിക് സാധനം കണ്ടാൽ ഇത് EV ഗ്രേഡാണ്. ഇത് EV ഗ്രേഡ് വരുന്നത്. ഇതിനെന്ന് വെച്ചാൽ ഇതിന് സൈക്കിൾ കൗണ്ട് കൂടുതലായിരിക്കും. അപ്പോഴാണ് നമുക്കൊരു EVയിലേക്ക് ഒരു പെർഫെക്റ്റ് ആവുള്ളൂ. നേരെ മറിച്ച് ഈ ഒരു സെല്ല് വരികയാണെങ്കിൽ ഇത് ESS ഗ്രേഡ് വരുന്നത്. ഇത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ സ്റ്റോറേജ് സിസ്റ്റം. ഒരു കസ്റ്റമൈസ്ഡ് ബാറ്ററി പാക്ക് ഉണ്ടാക്കണം, ഒരു സ്റ്റോറേജ് ആവശ്യത്തിനാണെങ്കിൽ എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലെ സ്റ്റോറേജ്, ഈവൻ ഇൻവെർട്ടർ സ്റ്റോറേജ്, ഇപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയ ബാറ്ററി പാക്സ്, അങ്ങനത്തെ സ്റ്റോറേജിനാണ് ESS ഗ്രേഡ് നല്ലത്. പിന്നെ അതിൽ തന്നെ A ഗ്രേഡ് ഉണ്ട്, B ഗ്രേഡ് ഉണ്ട്, C ഗ്രേഡ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ A ഗ്രേഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, B ഗ്രേഡുകളൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇത് വരുന്നത് 6Hന്റെ LFP സെല്ല് തന്നെ, A ഗ്രേഡ് തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് ഇതേപോലെ കസ്റ്റമൈസ്ഡ് ബാറ്ററി പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് നല്ല എൻക്വയറീസ് വരുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വൺ ഓഫ് ദ സെല്ലാണ് ഈ 6H. പിന്നെ വരുന്ന സെല്ലുകളാണ് ഇതാണ് നമ്മുടെ ലിഥിയം എന്താ പറയുക 2.9AH എന്നുവെച്ചാൽ 2900 mAhന്റെ മിക്ക ഇലക്ട്രിക് വെഹിക്കിൾസിലും നമ്മൾ ഇവിടുന്ന് കസ്റ്റമൈസ് ഉണ്ടാക്കി കൊടുക്കുന്ന സെല്ലുകൾ. നോർമലി 2600 mAh ആണ് ഉപയോഗിക്കാറ്, പക്ഷെ അതിനെക്കാട്ടി കുറച്ചും കൂടി ക്വാളിറ്റി വരുന്ന സെല്ലാണ് ഈ 2900 mAhന്റെ NMC സെല്ലുകൾ. ഇത് നമ്മൾ ഒട്ടുമിക്ക നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കാൻ ബാറ്ററി പാക്സ് ആണെങ്കിൽ നമ്മൾ ഇതേ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അതിൻ്റെ സെല്ലുകൾ അവൈലബിൾ ആണ്. ഇനി ബൾക്കായിട്ടോ നോർമലായിട്ടോ നമുക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇത് നമ്മളെ 6H തന്നെ, സെയിം 6H തന്നെ വരുന്നത്. ഇത് ബൾക്ക് വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് മെയിനായിട്ടുള്ള ചില ഇപ്പോൾ ഇത് ബാറ്ററി പാക്ക് ഉണ്ടാക്കാനുള്ളത്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് എന്നുവെച്ചാൽ ഇതിൻ്റെ ടൂൾസ് പലരും ചോദിക്കാറുണ്ട്. അത് പലയിടത്തും അവൈലബിൾ ആയി വരുന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ ഏകദേശം ചൈനയിൽ നിന്നുള്ള അവൈലബിലിറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മെയിൻ ഒരു കാരണമാണ് ഇത് ബാലൻസർ. ഇത് ആക്റ്റീവ് ബാലൻസർ പ്ലസ് ഇതിന്റെ സ്വീക്കൻസ് ഡിറ്റക്ടർ ആണ്. ഡാലിൻ്റെ തന്നെ ഒഫീഷ്യലാണ്. ഡാലി BMS ആണ് ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള EVകളിലും ബാറ്ററി പാക്സ്, ഇങ്ങനത്തെ ബാറ്ററി പാക്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു BMS ആണ് ഡാലി BMS. പിന്നെ JBD, JK അങ്ങനത്തെ പല ബ്രാൻഡ്സ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഡാലിയാണ്. അതിൻ്റെ തന്നെ ഒരു സീക്വൻസ് ഡിറ്റക്ടർ പ്ലസ് ബാലൻസർ, 10 ആംപിയർ ബാലൻസർ ഒക്കെയാണ് വരുന്നത്. കാരണം ഈ ലിഥിയം ബാറ്ററിൻ്റെ മെയിൻ ഒരു കാരണമാണ് ബാലൻസ് തെറ്റി കഴിഞ്ഞാൽ ബാറ്ററി പാക്ക് വീക്കായി പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നതിനും ഒരു എന്താ സർവീസ് രംഗത്തും മാനുഫാക്ചർ രംഗത്തും ഉപയോഗമുള്ള ഒരു സാധനമാണ് ഇത്. പിന്നെ സ്പോർട്ട് ബെൽറ്റ് വരുന്നുണ്ട്. ഇത് ചെറിയ സ്പോർട്ട് ബെൽറ്റ് വരുന്നുണ്ട്. പല റീജിയണിലും പല വാട്സിനാണ് സ്പോർട്ട് ബെൽറ്റിംഗ് മാറുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടിയാണ്, കുറച്ച് റേറ്റ് വരുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ പല സ്പോർട്ട് ബെൽറ്റിംഗ് അവൈലബിൾ ആണ്. ട്രാൻസ്ഫോമർ വെച്ചുള്ള സ്പോർട്ട് ബെൽറ്റിംഗ് അവൈലബിൾ ആണ്. ട്രാൻസ്ഫോമർ ഇല്ലാത്ത കപ്പാസിറ്റർ ബേസ്ഡ് സ്പോർട്ട് ബെൽറ്റിംഗും അവൈലബിൾ ആണ്. പിന്നെ BMS പലതരം BMS ഉണ്ട്. ആംബിയറിനനുസരിച്ചും അതിൻ്റെ സീരീസിനനുസരിച്ചും പലതരം BMSകളുണ്ട്. വലിയ ഹെവി ഡ്യൂട്ടി BMSകളുണ്ട്. അതൊക്കെ നമുക്ക് ഇനി ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് സോഴ്സ് ചെയ്ത് തരാവുന്നതാണ്. പിന്നെ ഇത് ചാർജർ, ഒരു EV രംഗത്ത് എന്തായാലും ആവശ്യമുള്ള സാധനമാണ് ചാർജർ, ഡിസ്ചാർജർ. നമുക്ക് ഡിസ്ചാർജിങ് ആയിട്ടുള്ള സ്പെഷ്യൽ ഒരു എക്യുപ്മെന്റ് അടക്കം അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് 52Hന്റെ സെല്ലാണ്. ഇപ്പോൾ ഫ്രഷ്ലി വന്ന നമുക്ക് സെല്ല് കാണാം 52Hൻ്റെത്. ഇപ്പോൾ നോർമലി 100H നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കാം. പക്ഷേ 52H ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ ഒരു ചെറിയ ആവശ്യത്തിനാണ്, ഒരു ചെറിയൊരു കടക്കുള്ള ബാറ്ററി പാക്ക് ആണെങ്കിൽ നമുക്ക് 52H ഉപയോഗിച്ചുള്ള സെല്ലുകൾ നമുക്ക് ബാറ്ററി പാക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതൊക്കെ ഇപ്പം EV സൊല്യൂഷൻസ് ആണ്. EV അല്ല, നമ്മുടെ ലിഥിയം സൊല്യൂഷൻസ് ആണ്. ഇനി നിങ്ങൾക്ക് ഒരു
വണ്ടി നമ്മളെ ഇലക്ട്രിക് ബൈക്സ് ഉണ്ടാക്കാനാണ്. ചിലർക്ക് ഉണ്ടാവും താല്പര്യം ഉണ്ടാവും, കസ്റ്റമേഴ്സിന്. എനിക്ക് താല്പര്യത്തില്ല, ഇപ്പോൾ വെക്കേഷൻ്റെ സമയമാണല്ലോ, പലർക്കും തോന്നുന്നു എനിക്ക് എൻ്റെ സൈക്കിളിൽ നിന്ന് കൺവേർട്ട് ചെയ്താലോ, അല്ലെങ്കിൽ എൻ്റെ പഴയ ആക്റ്റീവ ആക്സസ് ഒന്ന് കൺവേർട്ട് ചെയ്താലോ എന്നൊക്കെ. അങ്ങനെയുള്ളവർക്കുള്ള കിറ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു കിറ്റാണ്. നിങ്ങൾക്ക് നിങ്ങളെ നിലവിലുള്ള ആക്റ്റീവ അല്ലെങ്കിൽ ആക്സസ് പോലത്തെ വണ്ടികൾ ലീഥിയമായിട്ടും ഓടിക്കാം, പെട്രോളായിട്ടും ഓടിക്കാവുന്ന ഒരു കിറ്റുകളാണ് ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൺട്രോളേഴ്സ്, കാര്യങ്ങൾ, അതിൻ്റെ ബാറ്ററി പാക്സ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു കിറ്റായിട്ട് നമ്മൾ അവൈലബിൾ ആക്കി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രോളറാണ് വരുന്നത്. 45 ആംപിയർ, 50 ആംപിയർ, 32 ആംപിയർ ഒക്കെ കൺട്രോളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ സൈക്കിൾ കിറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. നമ്മളെ നോർമൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു വെക്കേഷൻ സമയത്ത് താല്പര്യം ഉണ്ടാക്കും, അവരെ സൈക്കിൾ ഒന്ന് കൺവേർട്ട് ചെയ്താലോ എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് അവരെ സൈക്കിൾ ഓവർ മോഡിഫിക്കേഷൻസ് വരുത്താതെ ചെയിനുമായിട്ട് കണക്ട് ചെയ്തത്, അതല്ലെങ്കിൽ ഹബ്ബ് ബാക്ക് വീല് മൊത്തത്തിൽ മാറ്റി കൊടുക്കുന്നതും അവൈലബിൾ ആണ്. ഇത് അവർ ബാക്ക് വീല് മാറ്റാതെ തന്നെ നമ്മളെ ചെയിൻ പോക്കറ്റിലേക്ക് കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാനുള്ള കിറ്റുകൾ അവൈലബിൾ ആണ്. ചെറിയ കോസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി ഹെവി ഡ്യൂട്ടി വേണമെങ്കിൽ ആ ഹെവി ഡ്യൂട്ടി നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു കിറ്റായിട്ട് വരുന്നത് കേട്ടോ. അതിൻ്റെ കൺട്രോളർ, ലൈറ്റ്സ്, ബ്രേക്സ്, അതിൻ്റെ ചെയിൻസോ കൂടി ആയിട്ട് ഒരു മൊത്തം കിറ്റായിട്ട് വരുന്നുണ്ട്. ഇതിൽ ബാറ്ററി പാക്ക് മാത്രം നിങ്ങൾ എക്സ്ട്രാ ചെയ്താൽ മതി. അത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് മാനുഫാക്ചറിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഇനി നോർമൽ സൈക്കിൾസ് അല്ലെങ്കിൽ ബൈക്സ് കൺവേർട്ട് ചെയ്യാനുള്ള കിറ്റുകളും നമ്മൾ അവൈലബിൾ കേട്ടോ. 250 വാട്ട്സ് ഉണ്ട്, 1000 വാട്ട്സ് ഉണ്ട്, 1500 വാട്ട്സ് ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് ആവശ്യം ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള മെയിൻ ഒരു പ്രശ്നമാണ് ഓല ഏതർ. അതാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജമോപ്പായൊക്കെ ഇപ്പോൾ ഏകദേശം കൂട്ടി പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഓരോ ചൈനീസ് ബ്രാൻഡ്സ് ഒക്കെ വന്നും പോകും നിൽക്കും, അത് റിലയബിൾ അല്ല. പക്ഷെ ഓല ഏതർ പലപ്പോഴും അവർക്ക് പാർട്സ് അവരുടെ ഫാക്ടറിയിൽ തന്നെ കിട്ടാതായി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സ് അവൈലബിൾ ആയി വരുന്നുണ്ട്. ബോഡി പാർട്സ് ആണ് ഇപ്പോൾ മെയിൻലി ഞാൻ കാണിക്കാൻ പോകുന്നത്. മറ്റുള്ള പാർട്സൊക്കെ ഓർഡർ ഓൺ അവൈലബിൾ ആണ്. ചില അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം, നമ്മൾ എങ്ങനെ എത്തിച്ചു തരാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു ഓലൻ്റെ ഔട്ടർ കിറ്റും ഏതറിൻ്റെ ഔട്ടർ കിറ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫുൾ ബോഡി പാർട്സ്, ഈവൻ ഇപ്പോൾ ബ്രേക്ക് പാർട്സ് ഇവിടെ വെച്ചാൽ ബ്രേക്ക് ഡിസ്ക് അതൊക്കെ നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ആയി വരുന്നുണ്ട്. ഞങ്ങളുടെ അടുത്തും അവൈലബിൾ ആണ്. അതിൻ്റെ ഫെൻഡേഴ്സ്, കാര്യങ്ങൾ, അതിൻ്റെ നമ്മളെ ബൂട്ട് ട്രേ പോലത്തെ നമ്മളെ ഉള്ളിലത്തെ ട്രേ, അതിൻ്റെ ഔട്ടർ ബോഡി, സൈഡ് സ്കേർട്സ്, അതിൻ്റെ നമ്മളെ ഡിസ്പ്ലേ ഗാർഡ് കാര്യങ്ങൾ, അതേപോലെ തന്നെ സ്പീക്കർ ഗ്രിൽസ് എല്ലാം അവൈലബിൾ ആണ്. ചെറിയ മൈനർ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓലൻ്റെ ആണെങ്കിൽ നമുക്ക് നിങ്ങളെ കളർ ഏതോ നിങ്ങൾക്ക് അതിന് മാറ്റാൻ പറ്റും. ഏതറാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കളർ അതിന് പറയുകയാണെങ്കിൽ ഓലൻ്റെ ഏതറിൻ്റെ ഒറിജിനൽ ബോഡി ആണ് ഇത്. ഇത് ഇനി ആഫ്റ്റർ മാർക്കറ്റ് ബോഡി വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ഓലൻ്റെ ഒറിജിനൽ ബോഡി വേണമെങ്കിൽ, ഏതറിൻ്റെ ഒറിജിനൽ ബോഡി വേണമെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏതർ 450Xന്റെ ബോഡിയാണ്. പിന്നെ ലൈറ്റുകളൊക്കെ വരുന്നുണ്ടോ, അതിൻ്റെ ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇതാ അതിൻ്റെ ബാക്ക് ലൈറ്റാണ്. ഇപ്പോൾ ചിലതൊക്കെ ബാക്കിലൊന്നും ഇടിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ ലൈറ്റ് പൊട്ടി പോയിട്ടുണ്ടോ, പക്ഷെ അവർക്ക് മൊത്തത്തിൽ ഒരു കിറ്റായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് വരുന്നത് അതും അവൈലബിൾ ആണ്. അതിൻ്റെ ഹെഡ് ലൈറ്റ് കിട്ടും അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് നമ്മളെ ചെറിയ ചെറിയ ടൂൾസ്, ചെറിയ ചെറിയ സ്പെയർ പാർട്സ് കാണുകളാക്കും. ഇപ്പോൾ ബ്രേക്ക് സ്വിച്ചുകൾ, കാര്യങ്ങൾ പല വണ്ടികൾക്ക് കോമൺ ആണ്. ആ കോമൺ ആയിട്ടുള്ള ബ്രേക്ക് സ്വിച്ചുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നേരത്തെ ലിഥിയം ബാറ്ററിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിന്റെ ഷീറ്റുകളാണ് വരുന്നത്. ഇത് നമ്മൾ അതിന്റെ സൈഡിൽ വെക്കുന്ന എപ്പോക്സി ഷീറ്റുകൾ പോലത്തെ ഷീറ്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ലാമിനേഷൻസ്, നമ്മളെ ക്യാപ്റ്റൻ ടാപ്പ്, അതുപോലെ തന്നെ ഫിലമെന്റ് ടാപ്പ് രണ്ടും നമുക്ക് അവൈലബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നോർമൽ ബ്രേക്ക് പാഡ്സ്, ഓലൻ്റെ ഏതറിൻ്റെ ബ്രേക്ക് പാഡ്സ്, ഇനി അതല്ല നോർമൽ വെസ്പ പോലത്തെ ആൻഡ് ഈവിൻ്റെ ബ്രേക്ക് പാഡ്സ്, കോമൺ ബ്രേക്ക് പാഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ബെയറിങ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ കിറ്റുകളിൽ ഉപയോഗിക്കുന്ന MC കിറ്റ്സ് കാര്യങ്ങൾ, വണ്ടികൾക്കുള്ള ഓലക്ക് ഏതെങ്കിലും MC കിറ്റ്സ് ഉണ്ട്. ജനറൽ ആയിട്ടുള്ള വണ്ടികളുടെ ജനറൽ EVs ആട്ടോ, EVസിൻ്റെ MC കിറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക്. പിന്നെ ത്രോട്ടിൽസ്, പലതരം ത്രോട്ടിൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നോർമൽ ഓൺ ഓഫ് സ്വിച്ചുള്ള ത്രോട്ടിൽസ് ഉണ്ട്. FR 123 ചില 123 മോഡൽസിൽ ത്രോട്ടിൽസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ത്രോട്ടിൽ ഇത് നമ്മൾ ഫ്രൂട്ട് ത്രോട്ടിലാണ്. ഇപ്പം ഇപ്പോൾ നമുക്കൊരു എൻക്വയറി വന്നിരുന്നു, ഒരു ബോട്ടിലുള്ള ഒരു ചെറിയ മിനി ഹൗസ് ബോട്ട് അവർക്ക് ഫുള്ളി ഇലക്ട്രിക് ആക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള ഫ്രൂട്ട് ത്രോട്ടിൽസ് അവൈലബിൾ ആണ്. നോർമൽ നമുക്കൊരു റിക്ഷ പോലെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് ത്രോട്ടിൽ, അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ സെല്ലുകളാണ്. നമ്മൾ കൂടുതൽ നമുക്ക് സെല്ലുകൾ എല്ലാം എൻക്വയറി ചെയ്യുന്നത്, നമുക്ക് സെല്ലുകൾ നല്ല സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ബാക്കി ഇനി നമ്മളെ സ്പെഷ്യലൈസ്ഡ് ആയ സെല്ലുകൾ വേണമെങ്കിൽ നമുക്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ മോട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് പാർട്സ് അവൈലബിൾ ആട്ടോ. ഓരോ മോട്ടർ വരുന്ന ഹാൾ സെൻസേഴ്സ്, അതിൻ്റെ കിറ്റ്, അതിൻ്റെ ഹാൾ സെൻസർ ഇനി മൊഡ്യൂൾ മാത്രമാണെങ്കിൽ ചില മൊഡ്യൂൾസിൻ്റെ നെയിമും കാണാനൊക്കെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയി അറിയെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഹബ് മോട്ടർ മാത്രം വേണം, അവർക്ക് കിറ്റൊന്നും വേണ്ട, വെറും ഹബ് മോട്ടർ മാത്രം അതില്ലെങ്കിൽ 1000 വാട്ട്സ് 1200 വാട്ട്സ്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരു 1200 വാട്ട്സിൻ്റെ ഒരു മോട്ടർ നമ്മൾ സ്വാപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിന് ഇനി കൺട്രോൾ മാറ്റി കൊടുക്കണോ, അതിന് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മോഡൽ പറഞ്ഞാൽ മതി, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പം നമ്മൾ കുറേ പാർട്സ് അവിടെ പരിചയപ്പെടുത്തുന്നതല്ലോ നിങ്ങൾ. ഇതിപ്പോൾ നമ്മളിപ്പം ഒരു പെട്രോൾ വണ്ടിയുടെ കടയിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ സ്പെയർ പാർട്ട് ഷോപ്പിൽ പോകണമെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ പോകാം, എല്ലാ പാർട്സും അവിടെ കിട്ടും. അതേപോലെ നമുക്ക് ഇവിടെ വന്നാലും നമുക്ക് ഏത് വണ്ടീൻ്റെ സാധനങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമോ?
അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒട്ടുമിക്ക നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാർട്സ് നമ്മളിവിടെ സോഴ്സ് ചെയ്ത് വെക്കാറുണ്ട്. ഇനി അതല്ല സ്പെസിഫിക് ആയിട്ട് ചില പാർട്സുകൾ നമ്മളത് സോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഡൽഹിയിൽ വെയർ ഹൗസ് വരുന്നുണ്ട്, ബാംഗ്ലൂരൊക്കെ വെയർ ഹൗസ് വരുന്നുണ്ട്. മെയിൻലി നമ്മൾ ഡൽഹിയിലാണ് നമ്മുടെ മെയിൻ ഒരു വെയർ ഹൗസ് ഷോപ്പ് വരുന്നത്. അവിടുന്ന് നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമുക്ക് വരുത്തി വെക്കാവുന്നതാണ്, നോ പ്രോബ്ലം. ഇനി അതല്ല സ്പെസിഫിക് ആയിട്ട് അവർക്ക് എന്തെങ്കിലും ചില വണ്ടികൾക്ക് ഉണ്ടാവും സ്പെസിഫിക് ആയിട്ടുള്ള പാർട്സ്. ഇപ്പോൾ ഓരൊക്കെ ഇതൊക്കെ ആണെങ്കിൽ ഒട്ടുമിക്ക വരാതെ ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ പറഞ്ഞാൽ വെസ്പ അല്ലെങ്കിൽ മറ്റേ നമ്മളെ ഹീറോൻ്റെ വണ്ടികൾ അങ്ങനത്തെ വണ്ടികൾക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്കത് ഞങ്ങളോട് ചോദിച്ചാൽ മതി. നമുക്ക് അതിൻ്റെ മോഡൽ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്കത് ഇവിടെ അതിൻ്റെ ഒരു ഡീലർ ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. അപ്പോൾ സിനാനെ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഡീറ്റെയിൽ ഫോൺ നമ്പറും അതേപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ വിളിച്ചിട്ട് അന്വേഷിക്കട്ടെ. ഓക്കെ. എന്തായാലും താങ്ക് യു വെരി മച്ച്. വിളിക്കും ചെയ്യാം, വാട്സപ്പും ചെയ്യാം. ഈ കൂടുതൽ കോൾസ് വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വാട്സപ്പ് ആയിരിക്കും നല്ലത്. താങ്ക് യു. ഓക്കെ.